ആർക്കെയിൻ സീസൺ 2 ഫൈനൽ ആക്ട്, ഫൈനൽ 3 എപ്പിസോഡ്സ്. ഒരു രക്ഷയില്ല ഗൈസ്. ഇതിനെ വേർഡ്സ് കൊണ്ടൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. അത്ര ബിയോണ്ട് വേർഡ്സാണ് ഈ ഒരു ഷോ എന്ന് പറയുന്നത്. കാരണം ഈ 3 എപ്പിസോഡുകളിൽ പറഞ്ഞു തീർക്കാൻ ഒരുപാട് സ്റ്റോറി ഉണ്ടായിരുന്നു. ഈവൻ എക്കോ എവിടെയാണ്, പ്രൊഫസർ എവിടെയാണ്, ഈ ഒരു സ്റ്റോറിയെ എങ്ങനെ ഇവർ എൻഡ് ചെയ്യിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് എക്സിക്യൂട്ട് ചെയ്ത് തരണമായിരുന്നു. അത് ക്ലീനായിട്ട് പെർഫെക്ഷനായിട്ട്, അതായത് ടോപ്പ് നോച്ചായിട്ട് ചെയ്യാന്നൊക്കെ നമ്മൾ പറയല്ലേ. ഈച്ച് ആൻഡ് എവറി സീൻ എവിടെയും ലാഗില്ലാതെ ഒരു ഷോ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് റൈറ്റ് ഗെയിംസ് ഇവിടെ വളരെ സിമ്പിളായിട്ട് വന്നിട്ടൊരു മാസ്റ്റർ പീസായി സിസ്റ്റം ചെയ്തിട്ട് പോകാന്നൊക്കെ പറയല്ലേ, അതാണ് ഇവിടെ സംഭവിച്ചത്. അവസാനത്തെ 3 എപ്പിസോഡിൽ ഭയങ്കര 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 സംഭവമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഈവൻ ട്രാവൽ ത്രൂ ടൈം ആൻഡ് സ്പേസ്, അനോമലി, അങ്ങനെ കുറേ സാധനങ്ങൾ, ഹെക്സ് ഗേറ്റ്, ഈവൻ വെക്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു എവല്യൂഷൻ, ജെയ്സ്, ഇവർ തമ്മിലുള്ളൊരു കണക്ഷൻ, ഇവർ തമ്മിൽ ഈ ഒരു എക്സ് ഗേറ്റുമായിട്ട് അല്ലെങ്കിൽ എക്സ് ടെക്കുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, ഈവൻ പൗഡർ, വയലറ്റ്, കാറ്റ്ലിൻ, പിന്നെ മെല്ലിൻ്റെയൊക്കെ കുറേ ട്രാൻസിഷൻ സീനുകളുണ്ട്. മോനെ ഒരു രക്ഷയില്ല. ഈവൻ ഇതിനൊരു പെർഫെക്റ്റ് എൻഡിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് എൻഡിങ് ആണ്. പക്ഷേ ഒരു ഫുള്ളി ഹാപ്പി എൻഡിങ് എന്നൊന്നും ഞാൻ പറയില്ല. ഒരിക്കലും ഇതിനൊരു ഫുള്ളി ഹാപ്പി എൻഡിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരുന്നു. അത് ആക്ട് 2 കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. നമുക്കൊരു പ്രതീക്ഷ തരും ഇതൊരു ഹാപ്പി എൻഡിങ് ആകും എന്നുള്ളത്. പക്ഷേ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും ആ ഒരു ഫുൾഫിൽനെസ് ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാവുന്നതാണ്. ഇവിടെ അങ്ങനെയൊക്കെ കുറേ സാക്രിഫൈസും കുറേ ട്വിസ്റ്റും, സ്റ്റോറിയിലെ ട്വിസ്റ്റുകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ബിട്രയൽസും, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ ആ ബിട്രയൽ ഞാൻ പ്രതീക്ഷിച്ചതാണ്. അവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷയാണ്. ഈവൻ കാറ്റ്ലിനും വൈയുമായിട്ട് തിരിച്ച് അവരൊരുമിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇവിടെ ഒരു ചതി നടക്കാനുള്ള സാധനം ഉണ്ടെന്ന്. പക്ഷെ പൗഡർ, ഇഷ പോയി കഴിഞ്ഞിട്ട് ഇഷ എന്ന് പറയുന്ന ക്യാരക്ടർ പൗഡറിൻ്റെ ലൈഫിലുണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ചേഞ്ചസ് ഉണ്ട്. അതായത് നമ്മൾ സീസൺ 1 അവസാനമായ സമയത്ത് പൗഡർ എന്ന് പറയുന്ന ക്യാരക്ടർ ജിങ്സായിട്ട് ഫുള്ളി കൺവേർട്ടായി. ജിങ്സ് മാത്രമാണ്, ഒരു ക്രേസി പേഴ്സൺ ആയിരുന്നു. സീസൺ 2 ആദ്യം അങ്ങനെയാണ് കാണിച്ചു തുടങ്ങുന്നത്. പക്ഷേ ഇഷ വന്നതിന് ശേഷം ആ ഒരു ക്യാരക്ടറിനുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. അത് ഭയങ്കര രസകരമായിട്ടാണ്. അതേപോലെ തന്നെ വാൻഡർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു സാധനങ്ങൾ, ആ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്നത്, ഈ ഒരു ഫാമിലി ഭയങ്കര മെസ്ഡപ്പായിട്ടുള്ള ഫാമിലി. പക്ഷേ ഒരു ടൈം ലൈനിലും ഇത് പെർഫെക്റ്റായിട്ട് പോയില്ല എന്ന് നമുക്കറിയാൻ പറ്റും. അതായത് അബ്സല്യൂട്ട് പോയിൻ്റ് ആണെങ്കിലും നമുക്കറിയാം ചില സാധനങ്ങൾ ചിലയിടത്ത് നഷ്ടപ്പെട്ടെങ്കിലേ പറ്റുള്ളൂ, അതങ്ങനെ ആ ഒരു സ്റ്റോറി പോകുള്ളൂ എന്നറിയാം. ഈ ഒരു സാധനത്തെ ഇത്ര പെർഫെക്റ്റായിട്ട് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര 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 സംഭവമാണ്. പിന്നെ ഇതൊരു ഫൈനൽ സീസൺ ഒന്നും ഞാൻ പറയില്ല. കാരണം ഇതിന് ഒരു 3rd സീസൺ വേണമെങ്കിൽ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റൈറ്റ് ഗെയിംസ് ഇത് തന്നെ, റൈറ്റ് ഗെയിംസോ നെറ്റ്ഫ്ലിക്സോ ഒന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഫൈനൽ സീസൺ ആണെന്നാണ്. ഫൈനൽ സീസൺ ആണെങ്കിലും വി ആർ സാറ്റിസ്ഫൈഡ്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഒരു സീസൺ കൂടെ കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ ഓക്കെ, കഥയില്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുവരണ്ട, പക്ഷേ കൊണ്ടുവന്നാൽ നമുക്ക് സന്തോഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു 1 ടൈം എക്സ്പീരിയൻസ് ആണ്. ഇതുപോലൊരു സീരീസ് എന്തായാലും ഇനി നെറ്റ്ഫ്ലിക്സ് ചരിത്രത്തിൽ റിലീസാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് ഈ ആക്ട് 3 കുറേയധികം ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും മ്യൂസിക്കുകളും സോങ്ങുകളും ഉണ്ട്. പക്ഷേ അതെല്ലാം ആ ഒരു സീനുമായിട്ടുള്ള സിങ്ക് ഉണ്ട്. ആ ഒരു മ്യൂസിക്കാണ് ആ ഒരു സ്റ്റോറിയെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു അനിമേഷനിലെ കുറേയധികം വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വെറുതെ അല്ല 18 എപ്പിസോഡിന് 250 മില്യൺ ചിലവാക്കിയത്. ആ 250 മില്യൺ വർത്താണ്. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഐറ്റമാണ്. ഇത് കാണാത്ത ഒരുപാട് പേരുണ്ട്. കാണുക, നിങ്ങൾ ജസ്റ്റ് ഒരു എപ്പിസോഡ് കണ്ടു നോക്കുക. നിങ്ങൾ ആ ഒരു എപ്പിസോഡിൽ നിങ്ങളിതിന് അഡിക്റ്റായി പോകും. ആ ഒരു 18 എപ്പിസോഡ് നിങ്ങൾ ബിഞ്ച് വാച്ച് ചെയ്ത് കാണും, അതെൻ്റെ ഗ്യാരണ്ടിയാണ്. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സീരീസാണ് ആർക്കെയിൻ എന്ന് പറയുന്നത്. ഈവൻ ഫസ്റ്റ് സീസൺ ആയാലും സെക്കൻഡ് സീസൺ ആയാലും, ഫസ്റ്റ് സീസൺ എന്താണോ നമുക്ക് തരുന്നത് അത് കോംപ്രമൈസ് ചെയ്ത് അതിൽക്കും മേലെ നിന്നിട്ടാണ് സെക്കൻഡ് സീസൺ തരുന്നത്. ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് സംതിങ്. എല്ലാവരും കാണുക. ഈവൻ എനിക്കറിയാം ഫാൻസ് എല്ലാം കഴിഞ്ഞ് കാണുന്നു, ഒരുപാട് ഫാൻസ് ഉണ്ട് ആർക്കെയിനും. എന്തായാലും കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ക്ലൈമാക്സ് കഴിഞ്ഞപ്പം തോന്നിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിതുവരെ റിക്കവർ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.